Packages in Java. A simple package concept ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ജാവയിൽ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ക്ലാസ്സസിനൊക്കെ ഓരോരോ പാക്കേജിൻ്റെ ഉള്ളിലാക്കി മാറ്റാം, ഓരോരോ ഫോൾഡറിൻ്റെ ഉള്ളിലൊക്കെ ആക്കി മാറ്റുന്ന ആ ഒരു സംഭവമാണ് ഓർഗനൈസ് ചെയ്യുക. നമ്മൾക്ക് ഒരുപാട് ക്ലാസ്സസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അതെല്ലാം ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എഴുതിയ ഒരു ക്ലാസ്സിനെ നമുക്ക് വേറൊരു പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ കൺസെപ്റ്റ് എല്ലാം കൂടിയിട്ടുള്ള അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പാക്കേജസ് ഇൻ ജാവ. സോ ടുഡേയ്സ് വീഡിയോ ഈസ് എ സിമ്പിൾ പാക്കേജ് കൺസെപ്റ്റ് ഇൻ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ വെൽക്കം ബാക്ക് ടു myclass.com. നമ്മൾ ഒരു കുഞ്ഞു പ്രോഗ്രാമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പ്രോഗ്രാം പാക്കേജ് എന്ന് പറഞ്ഞിട്ട് മൈ പാക്ക് എന്ന് പറഞ്ഞൊരു പാക്കേജ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ലൈക്ക് ക്രിയേഷൻ ഓഫ് എ ന്യൂ ഫോൾഡർ, പാക്കേജ് മൈ പാക്ക്. ആ മൈ പാക്കിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ അടുത്ത ക്ലാസ് എഴുതാൻ പോകുന്നത്. ഓക്കെ, പബ്ലിക് ക്ലാസ് ബാലൻസ്. നമ്മൾ ഒരു ക്ലാസ് എഴുതാൻ പോവാണ്. ബാലൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്ലാസ്, അത് നമ്മൾ പബ്ലിക് ആക്കി വെക്കുക. കാരണം പബ്ലിക് ആക്കി വെച്ച കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇനി ഔട്ട്സൈഡ് ദിസ് ക്ലാസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് അത് പബ്ലിക് ആക്കി വെച്ചു. സ്ട്രിങ് നെയിം ഡബിൾ ബാലൻസ്. സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു നെയിമിന് വേണ്ടിയിട്ടൊരു നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നെയിം എന്നുള്ള പേരിലൊരു സ്ട്രിങ് വേരിയബിൾ, പിന്നെ ഒരു ബാലൻസ്, ഫോർ ബാലൻസ്. നമ്മളൊരു അക്കൗണ്ട് ബാലൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ്. ബാലൻസ് ഡബിൾ. പിന്നെ നമ്മൾ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു ഫോർ ആക്സസിങ് ദ വാല്യൂ ഫോർ നെയിം ആൻഡ് ദ ബാലൻസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പബ്ലിക് ആക്കി വെച്ചു. കാരണം നമുക്ക് അവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അത് പബ്ലിക് ആയാലേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ചു. എന്നിട്ട് നമ്മൾ അത് ആ കൺസ്ട്രക്ടറിൽ രണ്ട് വേരിയബിൾ പാസ് ചെയ്യുന്നുണ്ട്, സ്ട്രിങ് എൻ ആൻഡ് ഡബിൾ ബി. ഈ രണ്ട് വാല്യൂം നമ്മുടെ ക്ലാസിൻ്റെ ക്ലാസിൻ്റെ നെയിമും ബാലൻസും ആയിട്ട് അത് സെറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ കൺസ്ട്രക്ടർ. ഓക്കെ, ഇനി വോയിഡ് ഷോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് നമ്മൾ പബ്ലിക് ആക്കി വെച്ചു. ഓക്കെ, ഇഫ് ബാലൻസ് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ചെയ്യുക എന്നാണ് സംഭവം മെയിനായിട്ട് നോക്കുന്നത്. അതിൻ്റെ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒരു സാധനം പ്രിൻ്റ് ചെയ്തിട്ട് നെയിം ഇത്ര, ബാലൻസ് ഇത്ര $ആണ് എന്ന് പ്രിൻ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരാളുടെ ബാലൻസ്, ഒരുപാട് പേരുടെ ബാലൻസ് ആണെങ്കിൽ അത്രയും ഈ ബാലൻസ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഒരു സംഭവമാണ്, നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമായിട്ടാണ് ഈ ക്ലാസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, മൈ പാക്ക് എന്ന് പറഞ്ഞ പാക്കേജിൻ്റെ ഉള്ളിലാക്കി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇതിലിപ്പോൾ മെയിൻ മെത്തേഡൊന്നുമില്ല അല്ലേ. മെയിൻ മെത്തേഡ് ഇല്ലാത്ത ഒരു പ്രോഗ്രാമിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല ജാവയിൽ. അപ്പോൾ ഇതൊരു ക്ലാസ് ആണ്. ആ ക്ലാസ് നമുക്ക് എഗെയിൻ വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ എനി അതർ സിറ്റുവേഷൻ, ഇനി അതർ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി വേറൊരു പ്രോഗ്രാമാണ്, മെയിൻ മെത്തേഡിന് വേണ്ടിയിട്ട് വേറൊരു ക്ലാസ്, വേറൊരു ജാവ പ്രോഗ്രാം എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആ പ്രോഗ്രാം എടുക്കുകയാണ് ഞാൻ. ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അക്കൗണ്ട് ബാലൻസ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് അക്കൗണ്ട് ബാലൻസ് ഇതാണ് നമ്മുടെ മെയിൻ ക്ലാസ്. അതിൽ മെയിൻ മെത്തേഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ, നമ്മുടെ ബാലൻസ് നമ്മൾ മുന്നേ എഴുതിയില്ലേ, ഈ ഒരു ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിന് നമുക്ക് ഇവിടെ കിട്ടണം. അവിടെ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് പാക്കേജിലാണോ ഈ ബാലൻസ് ഉള്ളത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. നമ്മൾ വേറെ പല കാര്യങ്ങളും ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള പല ഫെസിലിറ്റീസും നമുക്ക് ജാവയിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ട് കുറേ കാര്യങ്ങളും ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരുപാടുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഇമ്പോർട്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ എഴുതിയ സ്വന്തമായിട്ട് എഴുതിയ ഒരു മൈ പാക്കിൻ്റെ ഉള്ളിലുള്ള ബാലൻസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ പിന്നെ ബാലൻസിനെ വിളിച്ചിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ അർത്ഥം ഇനി ഈ മൈ പാക്കിൻ്റെ ഉള്ള ബാലൻസ് എന്ന് പറഞ്ഞ ആ ഒരു ക്ലാസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ആ ക്ലാസ് ഫയൽ ഇയാൾക്ക് കൂടെ ആക്സസിബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മെയിൻ മെത്തേഡിൽ നമ്മൾ ആ ബാലൻസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഓഫ് അറേ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് 3 ആൾക്കാരുടെ ബാലൻസ് പ്രിൻ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു അറേ, നമ്മൾ ഒബ്ജക്റ്റിൻ്റെ അറേ ഡിക്ലറേഷൻ എങ്ങനെയാണ്, നമുക്ക് കറണ്ട് ഈ ഒരു സൈൻ
സ്ക്വയർ ബ്രാക്കറ്റ് ഈക്വൽ ടു ന്യൂ എത്ര ഒബ്ജക്റ്റ് വേണോ അത്രയും എത്ര അറേ ഓഫ് നമ്പേഴ്സ് ഉണ്ടോ ഒബ്ജക്റ്റ് എത്ര നമ്പേഴ്സ് വേണം അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ 0 1 2 എന്നാൽ 3 ഇൻഡെക്സിൽ വെച്ചിട്ട് 3 ഒബ്ജക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ബാലൻസ് വന്ന ക്ലാസ്സിൻ്റെ. അപ്പോൾ കറണ്ട് 0 കറണ്ട് 1 ആൻഡ് കറണ്ട് 2 കറണ്ട് എന്ന് പറഞ്ഞ പേരിലാണ് ഒബ്ജക്റ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ കറണ്ട് 0 ഈക്വൽ ടു ഇനി നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ക്രിയേറ്റ് ചെയ്തു അഥവാ 3 അറേ വെച്ചിട്ട് 3 എലമെന്റ്സ് ഉള്ള ഒബ്ജക്റ്റ് ഓഫ് അറേ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഓരോ ആ ഒബ്ജക്റ്റിലും എന്താണ് ചെയ്യേണ്ടത് കറക്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. കറണ്ട് 0 ഈക്വൽ ടു ന്യൂ ബാലൻസ്. ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ബാലൻസിൻ്റെ എന്താണ് ഇനി കൺസ്ട്രക്ടർ വിളിക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ ബാലൻസ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ഇത്ര ഒബ്ജക്റ്റിന് ഒരു അറേ ഓഫ് ഒബ്ജക്ട്സ് നമുക്ക് വേണം എന്ന് നമ്മൾ പറയുകയാണ് ഇവിടെ ചെയ്തത്. അവിടെ അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേഷൻ നടന്നിട്ടില്ല. ഇനി ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുമ്പോഴാണ് കൺസ്ട്രക്ടർ കോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ന്യൂ ബാലൻസ് ഇവിടെ ശരിക്കും എന്താണ് അറേ ക്രിയേഷൻ ആണ് ഇവിടെ നടന്നിരിക്കുന്നത് ഫോർ ഒബ്ജക്റ്റ്. ഓക്കെ, ഇവിടെ ബാലൻസ് നമ്മുടെ ബാലൻസിൻ്റെ കൺസ്ട്രക്ടർക്ക് ആരൊക്കെ വേണം നെയിമും ബാലൻസ് വാല്യൂവും വേണം. അപ്പോൾ അത് രണ്ടും നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുത്തു. KJ ഫീൽഡിങ് 123.23. അടുത്ത ഒബ്ജക്റ്റ് വിൽറ്റൽ. ആക്ച്വലി ഇത് കംപ്ലീറ്റ് റെഫറൻസിലുള്ള അതേ ഒരു പ്രോഗ്രാം തന്നെയാണ് കേട്ടോ. ന്യൂ ബാലൻസ് ടോം ജാക്സൺ -12.33 എന്ന് ബാലൻസ് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ ഇവിടെ ആക്ച്വലി ഇപ്പോൾ അത്രയും 3 ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് ബാലൻസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ. ഇനി നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൂപ്പിൽ ഇട്ടിട്ട് i=0 i<3 വരെ ഈ കറണ്ട് i.show കൊടുത്തു. അപ്പോൾ കറണ്ട് 0.show എന്ന് പറയുമ്പം കറണ്ട് 0 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഈ ക്ലാസ്സിലുള്ള ഷോ എന്ന് പറഞ്ഞാൽ ഫോർ ഷോയിങ് ദ ഡീറ്റെയിൽ ഓഫ് ദാറ്റ് പേഴ്സൺ അത് ഷോ ചെയ്യും. പിന്നെ കറണ്ട് 1 കറണ്ട് 2 അങ്ങനെ 3 ഇത് നമുക്കിവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പാക്കേജ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമിലുള്ള വരുന്ന കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ എക്സിക്യൂഷൻ്റെ സമയത്താണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, നമ്മൾ ഈ ഒരു ബാലൻസ് എന്ന് പറഞ്ഞ ക്ലാസ് മൈപാക്കിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ എവിടെയാണോ നമ്മൾ ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് അവിടെ ഒരു മൈപാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ഫോൾഡർ ഉണ്ടാവും, ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ആവും, അത് ഞാൻ പറയാം. എന്നിട്ട് നമ്മൾ മെയിൻ മെത്തേഡിന് വേണ്ടിയിട്ട് വേറൊരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ മെയിൻ മെത്തേഡ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക, മറ്റേ നമ്മൾ കമ്പൈൽ ചെയ്യുള്ളൂ. നമുക്കതിൻ്റെ ക്ലാസ് ഫയൽ മാത്രം മതി. ആ ക്ലാസ് ഫയൽ ഉണ്ടെങ്കിലാണ് ഇത് വെച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്താൽ ആ ക്ലാസ് ഫയൽ ഈ ഒരു പ്രോഗ്രാമിന് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണേ. ഓക്കെ, അപ്പം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ എവിടെയാണ് നമ്മളത് ആ ഒരു CD ഡെസ്ക്ടോപ്പിൽ ജാവ എന്ന് പറഞ്ഞ ഇതിലാണ് നമ്മുടെ മെയിൻ മെത്തേഡ് ഉള്ള അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഏതാണ്? നമ്മുടെ ബാലൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇതാണ്. കാരണം ഇത് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ഇതിൻ്റെ ക്ലാസ് ഫയൽ യൂസ് ചെയ്തിട്ട് വേണം മറ്റേ ആൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുക JavaC, അതാണ് നമ്മൾ ആദ്യം കമ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പാക്കേജ് മൈപാക്ക് എന്ന് പറഞ്ഞാൽ അത് വരുമ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ -t സ്പേസ് ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ ബാലൻസ് .java. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അത് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മൈപാക്ക് ഇല്ലായിരുന്നു. ആ സമയത്ത് മൈപാക്ക് ഇല്ലായിരുന്നു. ഇപ്പം അത് മൈപാക്ക് വന്നു. ഇപ്പോൾ ഞാനതൊരു ലൈവായിട്ട് തന്നെ കാണിച്ചുതരാം. ഞാനിതിപ്പോൾ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കും, നമ്മുടെ ആ പാത്തിൽ ഇപ്പോൾ അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ ഞാനത് എക്സിക്യൂട്ട് ചെയ്തിരുന്നു, പക്ഷെ ആ ഒരു ഫോൾഡർ ക്രിയേഷൻ വന്നിരുന്നു, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. ഇപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അറ്റ് ദ സെയിം ടൈം ഹിയർ മൈപാക്ക് ഫോൾഡർ ഹാവ് ക്രിയേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇനി മൈപാക്ക് നോക്കുകയാണെങ്കിൽ balance.class എന്ന് പറഞ്ഞിരിക്കുന്ന
എന്തുണ്ട്, ക്ലാസ് ഫയൽ ഈ മൈ പാക്കിൻ്റെ ഉള്ളിലുണ്ട്. ഈ ബാലൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം ഉള്ളത് ഇവിടെ തന്നെയാണ് കേട്ടോ, ഡെസ്ക്ടോപ്പിൽ ജാവയുടെ ഉള്ളിലാണ്. പക്ഷേ അതിൻ്റെ ക്ലാസ് ഫയൽ മൈ പാക്കിൻ്റെ ഉള്ളിൽ ബാലൻസ് ഡോട്ട് ക്ലാസ്സിൽ ഇത് വന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇത് കമ്പൈൽ ചെയ്യുക. ഇത് റൺ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്താണ്, അതിൽ എന്തില്ല, നമ്മളെ മെയിൻ മെത്തേഡ് ഒന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ മെത്തേഡുള്ള ജാവാസി അക്കൗണ്ട് ബാലൻസ് റൺ ചെയ്യുകയാണ്, കമ്പൈൽ ചെയ്യാണ്. അക്കൗണ്ട് ബാലൻസ് ഡോട്ട് ജാവ. ഇത് ചെയ്യുന്നത് നോർമൽ പ്രൊസീജിയറാണ്. നമ്മുടെ നോർമലായിട്ട് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ, കമ്പൈൽ ചെയ്തു, എററൊന്നുമില്ല. അപ്പോൾ ഇവിടെ അക്കൗണ്ട് ബാലൻസ് ഡോട്ട് ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിൽ ജാവയിൽ തന്നെ. ഇനി നമ്മൾ ഏതാ റൺ ചെയ്യാൻ പോകുന്നത്, ജാവ ഈ അക്കൗണ്ട് ബാലൻസ് റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അക്കൗണ്ട് ബാലൻസ് ഇത് റൺ ചെയ്യാൻ പോകുമ്പോൾ അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ഡോട്ട് ക്ലാസ്സിന് ബാലൻസ് ഡോട്ട് ക്ലാസ് എടുക്കാൻ പറ്റും, കാരണം നമ്മൾ അവിടെ എന്ത് വിളിച്ചിട്ടുണ്ട്, ഇമ്പോർട്ട് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് ക്രിയേഷൻ വഴി ഇത്രയും കാര്യം എന്ത് ചെയ്യും, ഇവിടെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, അങ്ങനെയാണ് ഈ പാക്കേജിൻ്റെ കൺസെപ്റ്റ് ജാവയിൽ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു പാക്കേജ് വെച്ചിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാക്കേജ് പിന്നെ വേറെ പ്രോഗ്രാമിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ട് ചെയ്താൽ ഈ ക്ലാസ്സിലുള്ള പബ്ലിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പാക്കേജിൻ്റെ എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സെപ്പറേറ്റ് തന്നെയുണ്ട്, ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം ബേസിൽ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ നമ്മുടെ പാത്തിൽ മൈ പാക്കേജ് എന്ന പാക്കേജ് ഉണ്ടെങ്കിൽ അവിടെ പോയി ക്ലാസ് സേവ് ആവും, ഇല്ലെങ്കിൽ ആ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ അത് സേവ് ആവും. ബാലൻസ് ഡോട്ട് ക്ലാസ് സേവ് ആവും. ഈ ബാലൻസ് ഡോട്ട് ക്ലാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്, ആ ഒരു ക്ലാസ് ഫയലാണ് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കറക്റ്റ് പറഞ്ഞു കൊടുത്തു, ഇമ്പോർട്ട് മൈ പാക്ക് ഡോട്ട് ബാലൻസ്, മൈ പാക്കിൻ്റെ ഉള്ളിലുള്ള ബാലൻസിൻ്റെ ക്ലാസ് ഫയൽ നമുക്ക് വേണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെയുള്ള അതിലുള്ള പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മൾ വിളിച്ചു, നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി, നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ, നമ്മൾ ജാവാസി -d ഡോട്ട് സ്പേസ് ഡോട്ട് പിന്നെ നമ്മുടെ ബാലൻസ് ഫസ്റ്റ് ക്ലാസ് ബാലൻസ് ഡോട്ട് ജാവ ആ പ്രോഗ്രാമിൻ്റെ പേരാണ്. അപ്പോഴാണ് ഈ പാക്കേജ് ക്രിയേറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി റൺ ചെയ്തപ്പോൾ ഓൾറെഡി പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ ക്ലാസ് ഫയലുണ്ട്, അപ്പം പിന്നെ അത് ജസ്റ്റ് റീറൈറ്റ് ചെയ്യുന്ന മാതിരി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പാക്കേജിൻ്റെ കൺസെപ്റ്റ്. ക്ലിയർ ആയില്ലേ? Any doubt you can ask through comments. Okay, thank you.